ഓട്ടോസ്റ്റാർ പി എസ് സിയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ് എന്ന് പറയുന്ന സെക്ഷനിൽ ഏതൊക്കെയാണ് ചെയ്തതെന്ന് വെച്ചാൽ വേർഡ്, എക്സൽ, പവർ പോയിന്റ് ഇതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്പ് റൈറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. തീർച്ചയായിട്ടും മറ്റുള്ള ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. Who was the first author to submit typewritten book manuscript? Who was the first author to submit typewritten book manuscript? ആൻസർ ഓപ്ഷൻ ബി ആണ്, മാർക്ക് ട്വെയിൻ ആണ്. മാർക്ക് ട്വെയിൻ ആണ് ആദ്യത്തെ ടൈപ്പ്റിട്ടൺ ബുക്ക് മാനുസ്ക്രിപ്റ്റ് പബ്ലിഷ് ചെയ്തത്, അല്ലെങ്കിൽ അതിൻ്റെ സബ്മിറ്റ് ചെയ്തത്. ഫസ്റ്റ് ഓതർ എന്ന് പറയുന്നത് മാർക്ക് ട്വെയിൻ ആണ്. ബ്രാക്കറ്റ്സ് ഇൻ ദ QWERTY കീബോർഡ് ക്യാൻ ബി ഫൗണ്ട് ഓൺ ദ സെയിം കീസ് ആസ് ദ നമ്പേഴ്സ്. അതായത് ഈ ബ്രാക്കറ്റ്സ് ഏത് നമ്പേഴ്സിൻ്റെ കൂടെയാണ് വരുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, 9 and 0 ആണ്. ദ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മൂവ്മെൻറ്റ് ഓഫ് ക്യാരേജ് ഇസ് ഡൺ ബൈ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മൂവ്മെൻറ്റ് ഓഫ് ക്യാരേജ് ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ആൻസർ ഓപ്ഷൻ എ, ഡോഗ് ബ്ലോക്ക് ആണ്. ഡോഗ് ബ്ലോക്ക്. പെർസെൻറ്റേജ് സിമ്പിൾ ഈസ് അബവ് ദ നമ്പർ. പെർസെൻറ്റേജ് സിമ്പിൾ ഏത് നമ്പറിൻ്റെ മുകളിലാണ്? ആൻസർ ഓപ്ഷൻ എ, 5. 5 എന്ന് പറയുന്ന നമ്പറിന് മുകളിലാണ് പെർസെൻറ്റേജ് സിമ്പിൾ വരുന്നത്. ഇൻ എ ഡെമി ഒഫീഷ്യൽ ലെറ്റർ 2 ഈസ് ടൈപ്പ് ഓൺ. അപ്പോൾ ഈ ഡെമി ഒഫീഷ്യൽ ലെറ്ററിൽ 2 എവിടെയാണ് ടൈപ്പ് ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ ഡി, ബോട്ടം ലെഫ്റ്റ് സൈഡാണ്. ഹൂ ഇൻട്രൊഡ്യൂസ്ഡ് ഷിഫ്റ്റ് കീ ഇൻ ദ കീബോർഡ്. അതായത് കീബോർഡിൽ ഷിഫ്റ്റ് കീ ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ എ, റെമിംഗ്ടൺ ആണ്. റെമിംഗ്ടൺ. ദ സ്റ്റാൻഡേർഡ് ടൈപ്പ് റൈറ്റർ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ. സ്റ്റാൻഡേർഡ് ടൈപ്പ് റൈറ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ, അണ്ടർവുഡ് കമ്പനിയാണ്. ദ അണ്ടർവുഡ് കമ്പനി. അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ ഇൻട്രൊഡ്യൂസ്ഡ് ടച്ച് മെത്തേഡ് ഓഫ് ടൈപ്പ് റൈറ്റിംഗ്. അതായത് 2 മെത്തേഡ്സ് ഓഫ് ടൈപ്പ് റൈറ്റിംഗ് ആണ് വരുന്നത്, ടച്ച് മെത്തേഡും സൈറ്റ് മെത്തേഡ്. ടച്ച് മെത്തേഡ് എന്ന് പറയുന്നത് സയൻറ്റിഫിക് മെത്തേഡ് ഓഫ് ടൈപ്പ് റൈറ്റിംഗ് അല്ലെങ്കിൽ ടൈപ്പിംഗ് ആണ്. അതായത് നമ്മൾ കീസ് നോക്കാതെ അതിൻ്റെ ലൊക്കേഷൻ നമ്മുടെ കൈയിൻ്റെ ലൊക്കേഷൻ വെച്ച് ചെയ്യുന്നതിനാണ് ടച്ച് മെത്തേഡ് എന്ന് പറയുന്നത്. അതേസമയം കീസ് നോക്കിയിട്ട് ടൈപ്പ് ചെയ്യുന്നതിന് സൈറ്റ് മെത്തേഡ് എന്നും പറയും. ആൻസർ ഓപ്ഷൻ സി ആണ്, എഫ് ഇ മെക്ഗ്യൂറിൻ. എഫ് ഇ മെക്ഗ്യൂറിൻ. എക്സ്പാൻഷൻ ഓഫ് WEF. WEFൻ്റെ എക്സ്പാൻഷൻ എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, വിത്ത് എഫക്റ്റ് ഫ്രം. വിത്ത് എഫക്റ്റ് ഫ്രം, അതായത് മൂന്നാമത്താണ്. വിത്ത് എഫക്റ്റ് ഫ്രം എന്നുള്ളതാണ് WEFൻ്റെ എക്സ്പാൻഷൻ. റിബൺ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഈസ് ഫൗണ്ട് ഓൺ ഡാഷ് സൈഡ് ഓഫ് ടൈപ്പ് റൈറ്റർ. ടൈപ്പ് റൈറ്ററിൻ്റെ ഏത് ഭാഗത്താണ് റിബൺ പൊസിഷൻ ഇൻഡിക്കേറ്റർ കാണപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്, രണ്ടാമത്തേത്. അതായത് റൈറ്റ് സൈഡ് ഓഫ് ദി കീബോർഡ്. കീബോർഡിൻ്റെ റൈറ്റ് സൈഡിലാണ് റിബൺ പൊസിഷൻ ഇൻഡിക്കേറ്റർ വരുന്നത്. ഓൺ വിച്ച് പാർട്ട് ഓഫ് ദ ടൈപ്പ് റൈറ്റർ ഡു ദ റിജിഡ് ഡോഗ് ആൻഡ് ലൂസ് ഡോഗ് ആക്ട്. അതായത് ഈ റിജിഡ് ഡോഗും ലൂസ് ഡോഗും ടൈപ്പ് റൈറ്ററിൻ്റെ ഏത് പാർട്ടിലാണ് വരുന്നത്, അല്ലെങ്കിൽ ഏത് പാർട്ടിലാണ് ആക്ട് ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്, അതായത് എസ്കേപ്മെൻറ്റ് വീലിലാണ്. എസ്കേപ്മെൻറ്റ് വീൽ. ഓക്കെ. അഡ്രസ് ഇൻ ഒഫീഷ്യൽ ലെറ്റേഴ്സ് ആർ ടൈപ്ഡ് ഇൻ ഡാഷ് സ്പേസിംഗ്. അഡ്രസ് ഇൻ ഒഫീഷ്യൽ ലെറ്റേഴ്സ് ആർ ടൈപ്ഡ് ഇൻ ഡാഷ് സ്പേസിംഗ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, 3 ഓൺലി. സിംഗിൾ സ്പേസിംഗിലാണ് നമ്മൾ ഈ ഒഫീഷ്യൽ ലെറ്ററിൽ അഡ്രസ്സ് ടൈപ്പ് ചെയ്യുന്നത്. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ടു ഇൻക്രീസ് കീബോർഡ് ടെൻഷൻ. കീബോർഡ് ടെൻഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് ഉപയോഗിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്, അതായത് 4ാമത്തെ ടച്ച് റെഗുലേറ്റർ ആണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതായത് കീബോർഡ് ടെൻഷൻ എന്താക്കാൻ വേണ്ടിയിട്ട്, ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടച്ച് റെഗുലേറ്റർ ആണ് ഉപയോഗിക്കുന്നത്. ദ റോമൻ ന്യൂമറൽ ടു റെപ്രസെൻറ്റ് 70 ഈസ്. 70 എന്ന റോമൻ ന്യൂമറൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 3ാമത്തെ. അതായത് LXS. അതായത് ഇവിടെ L എന്ന് പറയുന്നത് 50 ആണ്, X എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ ഇത് റൈറ്റ് സൈഡിലേക്ക് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അത് കൂട്ടുക എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ Lന് ശേഷം 2 10 വന്നിട്ടുണ്ട്. L എന്ന് പറയുന്നത് 50, 50 + 10 + 10 70 ആണ് വരുന്നത്. ഓൺ IGS ഓൺ ദ എൻവലപ്പ് ഓഫ് ആൻ ഒഫീഷ്യൽ ലെറ്റർ ഈസ് ഫൗണ്ട് ഓൺ. അതായത് ഒഫീഷ്യൽ ലെറ്ററിൽ ഓൺ IGS എന്ന് പറയുന്ന ആ ഒരു എൻവലപ്പിൽ എവിടെയാണ് ടൈപ്പ് ചെയ്തിട്ടുണ്ടാവുക? ആൻസർ ഓപ്ഷൻ ബി ആണ്, 3ാമത്തെ. ടോപ്പ് സെൻറ്ററിലാണ് ഓൺ IGS എന്ന് എഴുതിയിട്ടുണ്ടാവുക. ഓക്കെ. അതായത് നിങ്ങൾ പലപ്പോഴും ഈ അഡ്വൈസ് മെമ്മോ അല്ലെങ്കിൽ അപ്പോയിൻമെൻറ്റ് ലെറ്ററൊക്കെ വരുമ്പോൾ കുറേ പേര് വീഡിയോസും സ്റ്റാറ്റസൊക്കെ ഇടും.
അപ്പോൾ അതിൽ ആ ലെറ്ററിൻ്റെ നടുക്കിലാണ് ഓൺ IGS എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടാവുക. ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങളിൽ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. വിച്ച് ഫിംഗർ ഈസ് യൂസ്ഡ് ടു ടൈപ്പ് ദ ലെറ്റർ G? വിച്ച് ഫിംഗർ ഈസ് യൂസ്ഡ് ടു ടൈപ്പ് ദ ലെറ്റർ G? ആൻസർ ഓപ്ഷൻ സി ആണ്, ലെഫ്റ്റ് ഇൻഡെക്സ് ഫിംഗറാണ്. ലെഫ്റ്റ് ഇൻഡെക്സ് ഫിംഗറാണ് G എന്ന് പറയുന്ന ലെറ്റർ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് റോക്കർ മെക്കാനിസം ഈസ് ടു ഹെൽപ്പ്. അതായത് റോക്കർ മെക്കാനിസത്തിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മൂവ്മെൻറ്റാണ് റോക്കർ മെക്കാനിസം ഉപയോഗിക്കുന്നത്. കോൺഫിഡൻഷ്യൽ ഓർ അർജൻറ്റ് മാറ്റേഴ്സ് ആർ ഫോർവേഡഡ് ആസ്. കോൺഫിഡൻഷ്യൽ അല്ലെങ്കിൽ അർജൻറ്റ് മാറ്റേഴ്സ് എങ്ങനെയാണ് ഫോർവേഡ് ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, മൂന്നാമത്തത്. അതായത് ഡെമി ഒഫീഷ്യൽ ലെറ്റർ ആയിട്ടാണ് കോൺഫിഡൻഷ്യൽ അല്ലെങ്കിൽ അർജൻറ്റ് മാറ്റേഴ്സ് ഫോർവേഡ് ചെയ്യുന്നത്. ഡ്യൂ ടു ഓവർ ടെൻഷൻ ഓഫ് മെയിൻ സ്പ്രിംഗ് ഡാഷ് ഹാപ്പൻഡ്. ഡ്യൂ ടു ഓവർ ടെൻഷൻ ഓഫ് മെയിൻ സ്പ്രിംഗ് ഡാഷ് ഹാപ്പൻഡ്. ആൻസർ ഓപ്ഷൻ എ ആണ്, ജെർക്കി മൂവ്മെൻറ്റ്. ജെർക്കി മൂവ്മെൻ്റ് ആണ് ഓവർ ടെൻഷൻ വരുമ്പോൾ വരുന്നത്. വിച്ച് ബ്രഷ് ഈസ് യൂസ്ഡ് ടു ക്ലീൻ ദ ടൈപ്പ് ബാർ ഫേസ്? വിച്ച് ബ്രഷ് ഈസ് യൂസ്ഡ് ടു ക്ലീൻ ദ ടൈപ്പ് ബാർ ഫേസ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഷോർട്ട് ബ്രഷ് ആണ്, ഷോർട്ട് ബ്രഷ്. ക്യാരേജ് ടെൻഷൻ ക്യാൻ ഓൾസോ ബി കോൾഡ്. ക്യാരേജ് ടെൻഷൻ ക്യാൻ ഓൾസോ ബി കോൾഡ്. ക്യാരേജ് ടെൻഷൻ നമ്മൾ പറയുന്ന മറ്റൊരു പേരെന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, മെയിൻ സ്പ്രിംഗ് ടെൻഷനാണ്. ദ ഷേപ്പ് ഓഫ് ദ ടൈപ്പ് സെഗ്മെൻറ്റ്. ദ ഷേപ്പ് ഓഫ് ദ ടൈപ്പ് സെഗ്മെൻറ്റ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, സെമി സർക്കിൾ. ഡാഷ് വീൽ കണക്ട് എസ്കേപ്മെൻറ്റ് വീൽ ആൻഡ് ദ കാരേജ് റാക്ക്. അതായത് എസ്കേപ്മെൻറ്റ് വീലിനെയും കാരേജ് റാക്കിനെയും കണക്ട് ചെയ്യുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ എ, പീനിയൻ വീലാണ്. ഡാഷ് ഹെൽപ്സ് ദ carriage moves instantly to predetermined position. Dash helps the carriage to move instantly to predetermined position. Answer option D ആണ്, tabulator key. In official letter, complementary clause generally used is. ഒഫീഷ്യൽ ലെറ്ററിൽ കോംപ്ലിമെൻ്ററി ക്ലോസ് ജനറലി ഉപയോഗിക്കുന്ന കോംപ്ലിമെൻ്ററി ക്ലോസ് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി. പിൻകോഡ് സ്റ്റാൻഡ്സ് ഫോർ. പിൻകോഡ് എന്ന് പറയുന്നത് എന്തിനാണ് ഉദ്ദേശിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ. ദ ഹേസ്റ്റ്ലി ഹാൻഡ് റിട്ടൺ റഫ് സ്ക്രിപ്റ്റ്സ്. ദ ഹേസ്റ്റ്ലി ഹാൻഡ് റിട്ടൺ റഫ് സ്ക്രിപ്റ്റ്സ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, മാനുസ്ക്രിപ്റ്റ്. Which carriage is suitable for foolscap paper that can be inserted lengthwise? Which carriage is suitable for foolscap paper that can be inserted lengthwise? Answer option B ആണ്, 15-inch carriage ആണ്, 15-inch carriage. Where the leader dots are used in typewriting. Where the leader dots are used in typewriting. ടൈപ്പ്റൈറ്ററിൽ ലീഡർ ഡോട്ട്സ് എവിടെയാണ് ഉപയോഗിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി, ഇൻ ടാബുലേഷൻ ആണ്, ഇൻ ടാബുലേഷൻ. An ornamentation line which is generally typed at the end of the last page. An ornamentation line which is generally typed at the end of the last page. Answer option D ആണ്, tailpiece. Tailpiece. അടുത്ത ക്വസ്റ്റ്യൻ: ഇൻ ദ മാറ്റർ ഓഫ് ലെറ്റർ റൈറ്റിംഗ് PS stands for. PS എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഫുൾ ഫോം എന്താണ്? ആൻസർ ഓപ്ഷൻ ബി, പോസ്റ്റ് സ്ക്രിപ്റ്റ് ആണ്. The size of A4 paper recommended the International Standard Organization. The size of A4 printing paper recommended the International Standard Organization. Answer option C, 210 by 297 mm ആണ്. Spacing between the boundary of the text inside a cell in a word table. Spacing between the boundary of the text inside the cell in a word table. Answer option A, padding ആണ്, padding. Excess oiling attracts dust particles fall into the typewriter may cause. അതായത് ടൈപ്പ്റൈറ്ററിൽ എക്സസ് ആയിട്ടുള്ള ഓയിൽ ഡസ്റ്റ് പാർട്ടിക്കിൾസിനെ അട്രാക്റ്റ് ചെയ്തിട്ട് അവിടെ ഒരു എന്താണ് സംഭവിക്കുന്നത്? അവിടെ എന്താണ് സംഭവിക്കുക? ആ പാർട്ടിക്കിൾസിന് എന്താണ് സംഭവിക്കുക? ഡസ്റ്റിന് എന്താണ് സംഭവിക്കുക? ആൻസർ ഓപ്ഷൻ സി, ക്ലോഗിംഗ് ആണ്. അടിഞ്ഞു കൂടുന്നതിനാണ് ക്ലോഗിംഗ് എന്ന് പറയുന്നത്. കോംപ്ലിമെൻ്ററി ക്ലോസ് ഇൻ എ ഡെമി ഒഫീഷ്യൽ ലെറ്റർ ഈസ്. കോംപ്ലിമെൻ്ററി ക്ലോസ് ഇൻ എ ഡെമി ഒഫീഷ്യൽ ലെറ്റർ ഈസ്. ആൻസർ ഓപ്ഷൻ ഡി, യുവേഴ്സ് സിൻസിയർലി ആണ്.
വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ടൈപ്പ് റൈറ്റർ. താഴെ തന്നിട്ടുള്ളതിൽ ഒന്ന് ടൈപ്പ് റൈറ്ററിൻ്റെ പാർട്ടല്ല. ഏതാണത്? ആൻസർ ഓപ്ഷൻ എ സിലിണ്ടറിക്കൽ ഡ്രം ആണ്. സിലിണ്ടറിക്കൽ ഡ്രം ഇതെന്ന് പറയുന്നത് നമ്മളെ സ്റ്റെൻസിൽ ഉണ്ടല്ലോ, സ്റ്റെൻസിൽ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റർ, അതിൻ്റെ ഭാഗമാണ് സിലിണ്ടറിക്കൽ ഡ്രം എന്ന് പറയുന്നത്. യൂണിവേഴ്സൽ കീബോർഡ് ഈസ് കോൾഡ് ക്വേർട്ടി കീബോർഡ്. വൈ? യൂണിവേഴ്സൽ കീബോർഡ് ക്വേർട്ടി കീബോർഡ് എന്ന് അറിയപ്പെടുന്നുണ്ട്. എന്തുകൊണ്ട്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, സ്റ്റാർട്ടിംഗ് ഓർഡർ ഓഫ് ദ ഫസ്റ്റ് ലൈൻ ഓഫ് കീസ്. അപ്പോൾ യൂണിവേഴ്സൽ കീബോർഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് ഓർഡർ ഓഫ് ദ ഫസ്റ്റ് ലൈൻ ഓഫ് കീസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ദ എക്സാമ്പിൾ ഓഫ് ടൈപ്പ് ഫേസ് വിച്ച് ആർ പേസ്റ്റഡ് ഓൺ ദ ടൈപ്പ് ബാർ. അതായത് ഈ ടൈപ്പ് ബാറിൻ്റെ മുകളിലാണ് ടൈപ്പ് ഫേസസ് പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ മോൾഡർ ചെയ്ത് വെച്ചിട്ടുള്ളത്. അതിൽ ഈ ടൈപ്പ് ഫേസ് അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ മൈക്കയാണ്. മൈക്കയാണ്. അപ്പോൾ ടൈപ്പ് ഫേസസിന് എക്സാമ്പിളാണ് സ്ക്രിപ്റ്റ്, റോമൻ, പ്രീമിയർ. വാട്ട് ഈസ് ദ ഡിഗ്രി സൈസ് ഓഫ് മാനിഫെസ്റ്റ് ടൈപ്പ് ഓഫ് ടൈപ്പ് റൈറ്റർ? വാട്ട് ഈസ് ദ ഡിഗ്രി സൈസ് ഓഫ് മാനിഫെസ്റ്റ് ടൈപ്പ് ഓഫ് ടൈപ്പ് റൈറ്റർ? അതായത് മാനിഫെസ്റ്റ് ടൈപ്പ് ഓഫ് ടൈപ്പ് റൈറ്ററിൻ്റെ ഡിഗ്രി സൈസ് എത്രയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 240 ആണ്. 240 മാനിഫെസ്റ്റ്. ദ സെൻറ്റേഴ്സ് അഡ്രസ് മസ്റ്റ് ബി ടൈപ്ഡ് ഇൻ ദ എൻവലപ്പ്. അതായത് സെൻറ്റേഴ്സ് അഡ്രസ്സ് എൻവലപ്പിൽ എവിടെയാണ് ടൈപ്പ് ചെയ്യേണ്ടത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ബോട്ടം ലെഫ്റ്റ് ആണ്. ബോട്ടം ലെഫ്റ്റ്. ഡാഷ് ക്യാരക്ടർ കീസ് ആർ സീൻ ഇൻ എ കീബോർഡ്. അതായത് ഒരു കീബോർഡിൽ എത്ര ക്യാരക്ടർ കീസ് ഉണ്ടാവും? ആൻസർ ഓപ്ഷൻ ബി ആണ്, 44. വിച്ച് പാർട്ട് ഈസ് നോട്ട് കണക്റ്റഡ് വിത്ത് ദ ബെൽ? അതായത് ബെല്ലുമായിട്ട് കണക്റ്റഡ് അല്ലാത്ത പാർട്ട് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ബെൽ സ്റ്റോപ്പർ. റിബൺ പൊസിഷൻ ഇൻഡിക്കേറ്റർ ക്യാൻ ബി അഡ്ജസ്റ്റഡ് ഇൻ വേസ്. അതായത് റിബൺ പൊസിഷൻ ഇൻഡിക്കേറ്റർ നമുക്ക് എത്ര തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാം? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 3 തരത്തിലാണ് നമുക്ക് ഇത് റിബൺ പൊസിഷൻ ഇൻഡിക്കേറ്റർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുക. വെർട്ടിക്കൽ മൂവ്മെൻറ്റ് ഈസ് നോട്ട് ക്ലോസ്ലി റിലേറ്റഡ് വിത്ത്. വെർട്ടിക്കൽ മൂവ്മെൻറ്റ് ഈസ് നോട്ട് ക്ലോസ്ലി റിലേറ്റഡ് വിത്ത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, റിബൺ കാരിയർ. അതായത് വെർട്ടിക്കൽ മൂവ്മെൻറ്റിന് റിബൺ കാരിയർ കാരണമല്ല. എന്താണെന്ന് വെച്ചാൽ റിബൺ കാരിയർ ഈ റിബണിൻ്റെ മൂവ്മെൻറ്റിന് കാരണമാണ്, പക്ഷെ അത് അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റിനാണ് റിബൺ കാരിയർ ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് ഈ വെർട്ടിക്കൽ മൂവ്മെൻറ്റിന് ഈ ഒരു റിബൺ കാരിയർ ഒരു കാരണവുമില്ല, അല്ലെങ്കിൽ അതിന് റോളില്ല. പക്ഷേ വെർട്ടിക്കൽ അല്ലെങ്കിൽ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ്, റിബണിൻ്റെ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റിന് കാരണം റിബൺ കാരിയറാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ടൈപ്പ് ബാർ പ്രസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു കീ പ്രസ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ടൈപ്പ് ബാർ പോയിട്ട് അവിടെ സ്ട്രൈക്ക് ചെയ്തിട്ട് സിലിണ്ടറിലേക്ക് സ്ട്രൈക്ക് ചെയ്തിട്ടാണ് അവിടെ നമുക്ക് ഇംപ്രഷൻ കിട്ടുന്നത്. അപ്പോൾ ഈ സ്ട്രൈക്ക് ചെയ്യാൻ നേരത്ത് റിബൺ കാരിയർ ഓട്ടോമാറ്റിക്കലി റൈസ് ആയിട്ട് എന്താവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ലെവലിലേക്ക് എത്തുകയും എന്നിട്ട് ആ ഒരു ലെവലിലേക്ക് എത്തിയിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതില്ലേ, അതായത് എത്തിയിട്ട് കറക്റ്റ് പൊസിഷനിൽ എന്ത് ചെയ്യും, പോയിട്ട് സ്ട്രൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ. അടുത്തത്, ദ പാർട്ട് വിച്ച് കൺട്രോൾസ് ദ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് ഓഫ് ദ റിബൺ ഈസ് കോൾഡ്. ആൻസർ ഓപ്ഷൻ ബി, റിബൺ ഇൻഡിക്കേറ്റർ ആണ്. ദ റിബൺ ഇൻഡിക്കേറ്റർ ഈസ് ഓൾസോ കോൾഡ്. റിബൺ ഇൻഡിക്കേറ്ററിന് മറ്റൊരു പേര്. ആൻസർ ഓപ്ഷൻ സി, ബൈക്രോം ഡിവൈസ് ആണ്. ബൈക്രോം ഡിവൈസ്. ഇവിടെ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ഈ ക്വസ്റ്റ്യൻ തെറ്റാണ്. റിബൺ കാരിയർ എന്നാണ് ഇവിടെ വരേണ്ടത്. റിബൺ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഇതില്ലേ, അതായത് ഈ റിബൺ പൊസിഷൻ ഇൻഡിക്കേറ്ററിനെയാണ് നമ്മൾ റിബൺ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. ഇവിടെ ആൻസർ തിരുത്തി പഠിക്കുക. ഓക്കെ, അത് ചിലപ്പം ആൻസർ കീ പ്രകാരം അങ്ങനെ വന്നതായിരിക്കും, പക്ഷെ ഇവിടെ ആൻസർ ശരിയല്ല. ഇവിടെ തന്നിട്ടുള്ളതിൽ ആൻസർ ഏറ്റവും മാച്ച് ആയിരിക്കുന്നത് ഇത് മാത്രമാണ്. അപ്പോൾ ഇത് ഈ ഒരു അപ്പ് ആൻഡ് ഓക്കെ സോറി, അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് ഓഫ് ദ റിബൺ കൺട്രോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, അതായത് ഒരു കാര്യം മനസ്സിലാക്കുക, ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ മൊത്തം ഒഴിവാക്കാം. അതായത് ഇവിടെ ഈ ക്വസ്റ്റ്യൻ കുറച്ച് ട്രിക്കിയാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ എങ്ങനെ വന്നു എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഓക്കെ, കൺഫ്യൂഷൻ ഇല്ലാത്ത രീതിയിൽ ഞാനിപ്പോൾ പറഞ്ഞു തരാം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് കൺട്രോൾ ചെയ്യുന്നത് ഈ റിബൺ ഇൻഡിക്കേറ്റർ തന്നെയാണ് നമ്മൾ റിബൺ പൊസിഷൻ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. ഇതിൽ റിബൺ പൊസിഷൻ ഇൻഡിക്കേറ്ററിൽ 3 രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞു. ഇതിൽ
നമുക്ക് വൈറ്റ് പൊസിഷനിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ റിബണിന് അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് ഉണ്ടാവില്ല. ഓക്കെ, അതൊന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഇവിടെ എന്ത് വരുന്നത്, ഈ റിബണിനെ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് കൺട്രോൾ ചെയ്യുന്നത് റിബൺ ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ റിബൺ പൊസിഷൻ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ റിബൺ ഇൻഡിക്കേറ്ററിന് പറയുന്ന മറ്റൊരു പേര് ബൈക്രോം ഡിവൈസ് എന്നാണ്. പിന്നെ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ഇവിടെ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റിന് കാരണമാവുന്നത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിബൺ കാരിയർ എന്നും വരാം. ഓക്കെ, റിബൺ കാരിയർ എന്നും വരാം. നമ്മൾ നേരത്തെ കണ്ടു, ഈ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റിന് സഹായിക്കുന്ന ആരാണ്, റിബൺ കാരിയർ ആണ്. പിന്നെ റിബൺ കാരിയർ വരും, പിന്നെ റിബൺ പൊസിഷൻ ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ റിബൺ ഇൻഡിക്കേറ്ററും വരും. റിബൺ ഇൻഡിക്കേറ്റർ എന്തുകൊണ്ട് വരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ റിബൺ പൊസിഷൻ ഇൻഡിക്കേറ്റർ വൈറ്റ് പൊസിഷനിൽ ഇട്ട് കഴിഞ്ഞാൽ അവിടെ റിബണിന് അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് ഉണ്ടാവില്ല. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ റിബൺ ഇൻഡിക്കേറ്ററിന് പറയുന്ന മറ്റൊരു പേര് ബൈക്രോം ഡിവൈസ് എന്നാണ്. ഓക്കെ, ആ കൺഫ്യൂഷൻ ഒഴിവായി എന്ന് വിചാരിക്കുകയാണ്. ഒന്നുകൂടി പറഞ്ഞുതരാം. നമുക്ക് ഈ റിബണിനെ ഒറിജിനലി അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് സഹായിക്കുന്നത് റിബൺ കാരിയർ ആണ്. റിബൺ ഇൻഡിക്കേറ്റർ എന്തുകൊണ്ട് അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് കൺട്രോൾ ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, റിബൺ പൊസിഷൻ ഇൻഡിക്കേറ്ററിൽ വൈറ്റ് പൊസിഷനിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അവിടെ റിബൺ കാരിയറിന് അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ റിബൺ ഇൻഡിക്കേറ്ററിൻ്റെ മറ്റൊരു പേരാണ് ബൈക്രോം ഡിവൈസ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വെൻ ദർ ഈസ് മൂവ്മെൻറ്റ് ഓഫ് റിബൺ ദർ വിൽ ബി കറക്റ്റ് ഇംപ്രഷൻ ഓൺ ദ പേപ്പർ. അതായത് റിബണിൻ്റെ ഏത് മൂവ്മെൻ്റാണ് നമുക്ക് ആ പേപ്പറിൽ കറക്റ്റ് ഇംപ്രഷൻ കിട്ടുന്നത്? ആൻസർ ഓപ്ഷൻ എ, അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് മാത്രമാണ്. ടൈപ്പ് റൈറ്റർ റിബൺ പാസസ് ത്രൂ. ടൈപ്പ് റൈറ്റർ റിബൺ ഏതിലൂടെയാണ് പാസ് ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ ഡി, വൈബ്രേറ്റർ ആണ്, വൈബ്രേറ്റർ. ഇങ്ക് ഓഫ് എ ടൈപ്സ് ആർ മിക്സിംഗ് ദ കളേഴ്സ് ഓഫ് റിബൺ ഓർ ഇഫ് ദ ഇംപ്രഷൻ ആർ കട്ട് ഓൺ ദ ടോപ്പ് ഈസ് കോൾഡ്. അതായത് നമുക്ക് ഈ ഡബിൾ കളർ റിബൺസ് ഉണ്ടാവും. അപ്പോൾ ഈ ഡബിൾ കളർ റിബണ് ഉപയോഗിക്കുമ്പോൾ കളർ മിക്സ് ആവുക, അല്ലെങ്കിൽ നമ്മൾ സാധാ റിബൺ ഉപയോഗിച്ചിട്ട് വരുമ്പോൾ അതിൽ ടോപ്പ് കട്ടാവുക, ടോപ്പ് കട്ടായിട്ട് ഇംപ്രഷൻ വരിക. ഇതിനെന്താണ് പറയുന്നത്? ആൻസർ ഓപ്ഷൻ എ, ബ്ലീഡിംഗ് ആണ്, ബ്ലീഡിംഗ്. ഇങ്ക് ഇംപ്രഷൻ ഗെറ്റ്സ് ത്രൂ. ഇങ്ക് ഇംപ്രഷൻ ഏതിലൂടെയാണ് കിട്ടുന്നത്? ആൻസർ ഓപ്ഷൻ എ, റിബൺ ആണ്. റെഫറൻസ് ഈസ് ടൈപ്പ് റൈറ്റർ ഇൻ എ ലെറ്റർ. അതായത് റെഫറൻസ് ഒരു ലെറ്ററിൽ എവിടെയാണ് ടൈപ്പ് ചെയ്യുക? ആൻസർ ഓപ്ഷൻ ബി, ആഫ്റ്റർ ദ സബ്ജക്റ്റ്. സബ്ജക്റ്റിന് ശേഷം. വിച്ച് വേർഡ് ഫ്രം ദ ഫോളോയിങ് വിൽ ടൈപ്പ് ബിഫോർ എ ഡെസിഗ്നേഷൻ ഇൻ ദ അഡ്രസ്. അതായത് ഒരു അഡ്രസ്സിന് മുന്നേ ആയിട്ട്, ഡെസിഗ്നേഷന് മുന്നേ ആയിട്ട് നമ്മൾ ഏതാണ് ടൈപ്പ് ചെയ്യുക? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ദ ആണ്. അതായത് ഇപ്പോൾ ദ ചെയർപേഴ്സൺ അല്ലെങ്കിൽ ദ ഓഫീസർ എന്നൊക്കെ പറയുമ്പോൾ അതായത് അവിടെ ആ ഒരു ഡെസിഗ്നേഷനാണ് പറയുന്നത്, അതുകൊണ്ട് തന്നെ ദ ടൈപ്പ് ചെയ്യണം. What is the line space we ordinarily follows if we type a matter in the literary work? അതായത് നമുക്ക് ഈ ഓർഡിനറി ലെറ്ററിൽ മാറ്റർ ലിറ്റററി വർക്കിൽ എങ്ങനെയാണ് സ്പേസ്, ഏത് സ്പേസിലാണ് ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ ബി, ഡബിൾ ലൈൻ സ്പേസ് ആണ്. ആഫ്റ്റർ എ ഫുൾ സ്റ്റോപ്പ് ലീവ് ഡാഷ് സ്പേസ്. അതായത് ഒരു ഫുൾ സ്റ്റോപ്പിന് ശേഷം എത്ര സ്പേസ് വിടണം? ആൻസർ ഓപ്ഷൻ സി ആണ്, 2 സ്പേസ് ആണ്. അറ്റ് ദ എൻഡ് ഓഫ് ഗവൺമെൻറ് ഓർഡർ ഷുഡ് ടൈപ്പ്. അതായത് ഗവൺമെൻറ് ഓർഡറിൻ്റെ എൻഡിൽ എന്താണ് ടൈപ്പ് ചെയ്യേണ്ടത്? ആൻസർ ഓപ്ഷൻ സി ആണ്, ബൈ ഓർഡർ ഓഫ് ദ ഗവർണർ. ബൈ ഓർഡർ ഓഫ് ദ ഗവർണർ. ഡാഷ് സല്യൂട്ടേഷൻ ഈസ് യൂസ്ഡ് ബിഫോർ ദ നെയിം ഓഫ് ഗവർണർ. ഗവർണറിൻ്റെ സല്യൂട്ടേഷന് മുന്നേ ആയിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ സി, ഹിസ് എക്സലൻസ്. ഹിസ് എക്സലൻസ്. In government order, below the abstract content usually leaves 2 lines space between. അതായത് ഈ അബ്സ്ട്രാക്റ്റ് എന്ന് എഴുതിയതിന് ശേഷം അബ്സ്ട്രാക്റ്റ് കണ്ടന്റ് നമ്മൾ എത്ര ലൈൻ സ്പേസിങ്ങിലാണ് എഴുതുക? ആൻസർ ഓപ്ഷൻ എ ആണ്, സിംഗിൾ ലൈൻ ആണ്. വിച്ച് ഓഫ് ദീസ് മസ്റ്റ് ബി അവോയ്ഡഡ് ഇൻ ബിസിനസ് ലെറ്റേഴ്സ്. ബിസിനസ് ലെറ്ററിൽ എന്താണ് അവോയ്ഡ് ചെയ്യേണ്ടത്? ആൻസർ ഓപ്ഷൻ സി, അബ്രീവിയേഷൻസ് ആണ്. അബ്രീവിയേഷൻസ് ബിസിനസ് ലെറ്ററിൽ ഒഴിവാക്കണം. Type guide is fixed at the segment of the. ആൻസർ ഓപ്ഷൻ ഡി, ടോപ്പ് സെൻറ്റർ. ഓക്കെ, അതായത് ഈ സെഗ്മെൻറ്റിൻ്റെ
ഏതിലാണ് സെഗ്മെൻറ്റിൻ്റെ ഏത് ഭാഗത്താണ് ടൈപ്പ് ഗൈഡ് ഫിക്സ് ചെയ്തിരിക്കുന്നത്? ആൻസർ ടോപ്പ് സെൻറ്ററിലാണ്. ദ ബെൽ റിങ്സ് ഇൻ ദ ടൈപ്പ് റൈറ്റർ. ആൻസർ ഓപ്ഷൻ ബി 5 spaces ബിഫോർ ദ റൈറ്റ് മാർജിൻ സ്റ്റോപ്പ്. റൈറ്റ് മാർജിൻ സ്റ്റോപ്പിന് 5 space മുന്നെയാണ് ബെല്ല് റിംഗ് ആവുന്നത്. The cylinder ratchet wheel is situated in typewriter on the. The cylinder ratchet wheel is situated in typewriter on the. Answer option C, left side of the cylinder. Left side of the cylinder. In typewriter, variable line space button is fixed at the center of. In typewriter, variable line space button is fixed at the center of. Answer option C, left thumb wheelന്റെ നടുക്കിലാണ്, സെൻറ്ററിലാണ് വേരിയബിൾ ലൈൻ സ്പേസ് ബട്ടൺ ഫിക്സ് ചെയ്തിരിക്കുന്നത്. കീസ് ആർ അറേഞ്ച്ഡ് ഇൻ ടൈപ്പ് റൈറ്റർ റോസ് ഇൻ എ. അതായത് എത്ര റോസിലാണ് ടൈപ്പ് റൈറ്ററിൽ കീസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി 4 ആണ്. ദ സ്കെയിൽ ബിറ്റ്വീൻ ദ ടൈപ്പ് ഗൈഡ് ആൻഡ് ദ സിലിണ്ടർ ഈസ് നോൺ ആസ്. ടൈപ്പ് ഗൈഡിൻ്റെയും സിലിണ്ടറിൻ്റെയും ഇടയ്ക്ക് വരുന്ന സ്കെയിലിനെ പറയുന്ന പേരെന്താണ്? ആൻസർ ഓപ്ഷൻ സി ലൈൻ ഫൈൻഡർ സ്കെയിലാണ്. ലൈൻ ഫൈൻഡർ സ്കെയിൽ. ഹൗ മെനി ടൈപ്സ് ഓഫ് ടെൻഷൻസ് ആർ ഇൻ എ ടൈപ്പ് റൈറ്റർ? ഒരു ടൈപ്പ് റൈറ്ററിൽ എത്ര ടൈപ്സ് ടെൻഷൻസ് ഉണ്ട്? ആൻസർ ഓപ്ഷൻ എ 3 ടെൻഷൻസ് ആണ് ടൈപ്പ് റൈറ്ററിലുള്ളത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ലൈൻ സ്പേസ് ഈസ് യൂസ്ഡ് ഫോർ ടൈപ്പിംഗ് എ ലീഗൽ ഡോക്യുമെൻറ്റ്? അതായത് താഴെ തന്നിട്ടുള്ളതിൽ ലീഗൽ ഡോക്യുമെൻറ്റ് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ലൈൻ സ്പേസിങ് എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി ഡബിൾ ലൈൻ സ്പേസ് ആണ്. വൺ ഓഫ് ദ ഫോളോയിങ് ടെൻഷൻ ഈസ് നോട്ട് കറക്റ്റ് ഇൻ ദ കേസ് ഓഫ് ടൈപ്പ് റൈറ്റർ. അതായത് താഴെ തന്നിട്ടുള്ളതിൽ ഒരു ടെൻഷൻ കറക്റ്റ് അല്ല, ഏതാണത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് റിബൺ ടെൻഷൻ. അപ്പോൾ ഏതൊക്കെയാണ് 3 ടെൻഷൻസ്? ക്യാരേജ് ടെൻഷൻ, റാക്ക് ടെൻഷൻ, കീ ടെൻഷൻ. ക്യാരേജ് ടെൻഷൻ, റാക്ക് ടെൻഷൻ, കീ ടെൻഷനാണ്. ഓക്കെ. അടുത്തത് ലീവ് ഡാഷ് സ്പേസസ് ഫ്രം ലെഫ്റ്റ് മാർജിൻ ഫോർ സ്റ്റാർട്ടിങ് എ പാരഗ്രാഫ്. ഒരു പാരഗ്രാഫ് തുടങ്ങാൻ വേണ്ടിയിട്ട് ലെഫ്റ്റ് മാർജിനിൽ നിന്ന് എത്ര സ്പേസ് ലീവ് ചെയ്യണം? ആൻസർ ഓപ്ഷൻ എ ആണ് 5 ലൈൻ സ്പേസിംഗ് ആണ്. നമ്മൾ 5 ലൈൻ സ്പേസിംഗ് അല്ല, 5 സ്പേസസാണ് നമ്മൾ ലീവ് ചെയ്യേണ്ടത്. ഇനി 2 പാരഗ്രാഫിൻ്റെ ഇടയിൽ 2 സ്പേസാണ് വരുന്നത്. ബിലോ ദ ഡേറ്റ് 2 സ്പേസ്, സല്യൂട്ടേഷൻ 2 സ്പേസ്, ബിറ്റ്വീൻ ദ ലാസ്റ്റ് ലൈൻ ആൻഡ് ദ ക്ലോസിംഗ് ഓഫ് എ ലെറ്റർ 2 സ്പേസ്, ബിറ്റ്വീൻ ക്ലോസിംഗ് ആൻഡ് ദ നെയിം ഓഫ് എ പേഴ്സൺ 4 സ്പേസ്. ദ സ്റ്റെൻസിൽ ഷീറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ദ. സ്റ്റെൻസിൽ ഷീറ്റ് നമ്മൾ എവിടെയാണ് പ്ലേസ് ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ് സിൽക്ക് കാരിയറിലാണ് നമ്മൾ സ്റ്റെൻസിൽ ഷീറ്റ് പ്ലേസ് ചെയ്യുന്നത്. അബൌട്ട് എ ഡാഷ് കോപ്പീസ് ഒബ്റ്റെയിൻഡ് ഫ്രം എ ഗുഡ് സ്റ്റെൻസിൽ. അതായത് ഒരു ഗുഡ് സ്റ്റെൻസിലിൽ നിന്ന് എത്ര കോപ്പീസ് നമുക്ക് എടുക്കാൻ പറ്റും? ആൻസർ ഓപ്ഷൻ എ 1000 ആണ്. 1000 കോപ്പീസ് വരെ നമുക്ക് ഒരു ഗുഡ് സ്റ്റെൻസിൽ നിന്നും എടുക്കാൻ പറ്റും. ദ നെയിം ഓഫ് പെൻ യൂസ്ഡ് ടു സൈൻ ഇൻ ദ സ്റ്റെൻസിൽ പേപ്പർ ഈസ്. അതായത് സ്റ്റെൻസിൽ പേപ്പറിൽ നമുക്ക് സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പെന്ന് എന്ത് പെന്നാണ്? ആൻസർ ഓപ്ഷൻ ഡി സ്റ്റൈലസ് പെന്നാണ്. സ്റ്റെൻസിൽ ഈസ് യൂസ്ഡ് ഫോർ റൈറ്റിംഗ് പർപ്പസ്. അതായത് താഴെ തന്നിട്ടുള്ള ഏത് സ്റ്റെൻസിലാണ് റൈറ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ വാക്സ് സ്റ്റെൻസിലാണ്. ഇഫ് എനി പാർട്ട് ഓഫ് ദ മാറ്റർ ഈസ് നോട്ട് നീഡഡ് ഇൻ സ്റ്റെൻസിൽ ക്യാൻ ബി യൂസ്ഡ്. അതായത് നമുക്ക് ഈ ഒരു സ്റ്റെൻസിൽ ടൈപ്പ് ചെയ്ത ആ ഒരു മാറ്ററിൽ ഒരു പാർട്ട് വേണ്ടാന്ന് വെക്കുക. അപ്പോൾ വേണ്ടാന്ന് വിചാരിക്കുക. അപ്പോൾ അതിന് നമുക്ക് എന്താണ് ഉപയോഗിക്കാൻ പറ്റുക? ആൻസർ ഓപ്ഷൻ എ ഗം പേപ്പർ വെച്ചിട്ട് അവിടെ ഒട്ടിക്കാൻ പറ്റും. ദ ചീപ്പസ്റ്റ് മെത്തേഡ് ഓഫ് ടേക്കിംഗ് എ ലാർജ് നമ്പർ ഓഫ് കോപ്പീസ് യൂസിങ് സ്റ്റെൻസിൽ ഈസ് കോൾഡ്. ഈ സ്റ്റെൻസിലിൻ്റെ പാർട്ട് അധികം അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. അങ്ങനെ ഒരു പാർട്ട് നമുക്ക് പഠിക്കാനില്ല. പക്ഷേ ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഇതും കൂടി പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കൂടുതലൊന്നും പാർട്സ് മറ്റുള്ള കാര്യങ്ങളൊന്നും പഠിക്കാനില്ല. റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. അത് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ. ആൻസർ സ്റ്റെൻസിൽ ഡ്യൂപ്ലിക്കേറ്റിംഗ് ആണ്. ദ സ്റ്റെൻസിൽ ഡ്യൂപ്ലിക്കേറ്റർ വാസ് ഇൻവെൻറ്റഡ് ഇൻ ദ ഇയർ. സ്റ്റെൻസിൽ ഡ്യൂപ്ലിക്കേറ്റർ ഏത് ഇയറിലാണ് ഇൻവെൻറ്റ് ചെയ്തത്? ആൻസർ ഓപ്ഷൻ ബി ആണ് 1881. ദ സ്റ്റെൻസിൽ ഷീറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ദ. സ്റ്റെൻസിൽ ഷീറ്റ് എവിടെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി സിൽക്ക് കാരിയർ ആണ്. സിലിണ്ടറിക്കൽ ഡ്രം ഈസ് ദ പാർട്ട് ഓഫ്. നമ്മൾ നേരത്തെ കണ്ടു ടൈപ്പ് റൈറ്ററിൻ്റെ പാർട്ട് അല്ലാത്തത് ഏതാണ്? സിലിണ്ടറിക്കൽ ഡ്രം ആണ്. സിലിണ്ടറിക്കൽ ഡ്രം എന്ന് പറയുന്നത് ഡ്യൂപ്ലിക്കേറ്ററിൻ്റെ പാർട്ടാണ്. ഡാഷ് ഇവൻലി സ്പ്രെഡ്സ്
ink on stencil for impression. അതായത് സ്റ്റെൻസിലിൽ ഇംപ്രഷൻ വരുത്താൻ വേണ്ടിയിട്ട് ഏതാണ് ഇങ്ക് സ്പ്രെഡ് ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ ബി സിൽക്ക് കാരിയർ ആണ്. The carbon paper facing the stencil enables us what is being typed. അതായത് ഈ കാർബൺ പേപ്പർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? സ്റ്റെൻസിൽ കട്ടിങ്ങിന് നമുക്ക് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. While taking copies in the duplicator, dash must be kept in on position. അതായത് ഡ്യൂപ്ലിക്കേറ്ററിൽ നമ്മൾ കോപ്പീസ് എടുക്കുമ്പോൾ ഏതാണ് ഓണാക്കി വെക്കേണ്ടത്? ആൻസർ ഓപ്ഷൻ ബി ലിവർ ആണ്. ഡാഷ് സ്റ്റെൻസിൽ ഈസ് യൂസ്ഡ് ഫോർ റൈറ്റിംഗ് പർപ്പസ്. നമ്മൾ നോക്കി വാക്സ് ആണ്. ഇനി ഓപ്പറേറ്റിംഗ് ലിവർ ഈസ് ഓൾസോ കോൾഡ്. ഓപ്പറേറ്റിംഗ് ലിവർ ഓണാക്കി വെക്കണം എന്ന് പറഞ്ഞു കോപ്പി എടുക്കുമ്പോൾ. അപ്പോൾ ഓപ്പറേറ്റിംഗ് ലിവറിന് പറയുന്ന മറ്റൊരു പേര് ഇംപ്രഷൻ ലിവർ എന്നും പറയാറുണ്ട്. കോപ്പീസ് ടേക്കൺ ഇൻ ഡ്യൂപ്ലിക്കേറ്റർ വിൽ ഫോൾ ഓൺ. ആൻസർ ഓപ്ഷൻ എ റിസീവിംഗ് ട്രേ ആണ്. ഇങ്ക് ഈസ് പാസ്ഡ് ഓൺ ദ സ്റ്റെൻസിൽ ത്രൂ. അതായത് ഈ സ്റ്റെൻസിലിൽ ഇങ്ക് പാസ് ചെയ്യുന്നത് ഇതിലൂടെയാണ്. ആൻസർ ഓപ്ഷൻ എ സിൽക്ക് കാരിയർ ആണ്. ഫോർ ടേക്കിംഗ് കോപ്പീസ് ഓൺ എ ഡ്യൂപ്ലിക്കേറ്റർ ഡാഷ് ഈസ് യൂസ്ഡ്. സോറി. അപ്പോൾ ഇതിൽ ഏത് പേപ്പറാണ് ഉപയോഗിക്കുക? ആൻസർ ഓപ്ഷൻ ഡി സ്റ്റെൻസിൽ പേപ്പറാണ്. ഓക്കെ. ഇൻ ഡ്യൂപ്ലിക്കേറ്റർ ഹാൻഡിൽ ഈസ് ഓൾവേസ് റൊട്ടേറ്റഡ് ഇൻ ദ. ഡ്യൂപ്ലിക്കേറ്ററിൽ നമ്മൾ ഹാൻഡിൽ ഏത് ഭാഗത്തേക്കാണ് റൊട്ടേറ്റ് ചെയ്യേണ്ടത്? ആൻസർ ഓപ്ഷൻ എ ആണ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഓക്കെ. സൗണ്ട് വ്യത്യാസം ഉണ്ടാവും. സുഖമില്ല, പനിയായിരുന്നു, അതുകൊണ്ടാണ്. ഇടയ്ക്ക് ചുമയൊക്കെ ഉണ്ട്. ഓക്കെ, ക്ഷമിക്കാം. അപ്പോൾ ഈ ഡ്യൂപ്ലിക്കേറ്ററിൽ നമ്മൾ ഹാൻഡിൽ എങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുക? ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ഇംപ്രഷൻ റോളർ ഇൻ ഡ്യൂപ്ലിക്കേറ്റർ പ്ലേസ്ഡ്. അതായത് ഈ ഇംപ്രഷൻ റോളർ ഡ്യൂപ്ലിക്കേറ്ററിൽ എവിടെയാണ് പ്ലേസ് ചെയ്യുന്നത്? ബിലോ ദ സിലിണ്ടർ ഡ്രം. വിച്ച് പാർട്സ് ഹെൽപ്സ് ടു അഡ്ജസ്റ്റ് ദ ടോപ്പ് ആൻഡ് ബോട്ടം മാർജിൻ ഇൻ ഡ്യൂപ്ലിക്കേറ്റർ. ഡ്യൂപ്ലിക്കേറ്ററിൽ ടോപ്പ് ആൻഡ് ബോട്ടം മാർജിൻ അഡ്ജസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന പാർട്ട് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി പ്രിൻറ്റിംഗ് സ്ക്രൂ ആണ്. ഇംപ്രഷൻ റോളർ ഈസ് സിറ്റുവേറ്റഡ്. ആൻസർ ഓപ്ഷൻ സി ബിലോ ദ ഡ്രം ആണ്. വിച്ച് ഇൻസ്ട്രുമെൻറ്റ് ഈസ് യൂസ്ഡ് ഫോർ സൈനിങ് ദ സ്റ്റെൻസിൽ പേപ്പർ? നമ്മൾ പറഞ്ഞു സ്റ്റൈലസ് പെന്നാണ് ഉപയോഗിക്കുന്നത്. വാട്ട് ഈസ് ദ മെത്തേഡ് ഫോർ കറക്റ്റിംഗ് മിസ്റ്റേക്സ് വൈൽ ടൈപ്പിംഗ് ഇൻ സ്റ്റെൻസിൽ പേപ്പർ? ആൻസർ ഓപ്ഷൻ സി യൂസ് കറക്റ്റിംഗ് ഫ്ലൂയിഡ്. വൈ ദ സ്റ്റെൻസിൽ പേപ്പർ ഈസ് യൂസ്ഡ്? ആൻസർ ഓപ്ഷൻ സി ടു റിസീവ് ആൻഡ് പ്രൊഡ്യൂസ് ക്ലിയർ ഇംപ്രഷൻ. The following parts helps in taking cyclostyle copies. ആൻസർ ഓപ്ഷൻ ഡി ഇംപ്രഷൻ റോളർ ആണ്. ഇങ്ക് ഈസ് അപ്ലൈഡ് ഇൻ ഡ്യൂപ്ലിക്കേറ്റർ ഇൻ ദ ഇങ്ക് ഗ്യാപ്പ്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റിലേക്ക് വന്നിട്ടുള്ള ആ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പഠിച്ചു വെക്കുക. സ്റ്റെൻസിലുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കിട്ടണം. ഓക്കെ. മാക്സിമം എല്ലാ ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ഫണ്ടമെൻ്റൽസിൻ്റെയും കൂടി ഇതുപോലെ വീഡിയോ വേണമെന്നുള്ളവർ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.